എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. തലേ ദിവസം മഴയൊക്കെ പെയ്ത് ഒരു 6 മാസം മുമ്പ് വളമൊക്കെ ചെയ്ത് വളമൊക്കെ മണ്ണിലേക്കൊക്കെ ഇറങ്ങി വെളുപ്പാങ്കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഫോട്ടോസിന്തസിസ് ഒക്കെ ഈ തുടങ്ങി. പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? ഇങ്ങനത്തെ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. ചില വീഡിയോ ഒക്കെ കാണുമ്പം നിങ്ങളോടെല്ലാവരോടും എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് എടുത്തതായിട്ട് ഒരു തമാശയ്ക്ക് എടുക്കുന്ന, പക്ഷെ കാര്യമാണ് പറയുന്നത്. ഏക്കർ കണക്കിനൊന്നുമില്ല, എനിക്കൊരു 8-10 ഉള്ളൂ. 2-3 വെറൈറ്റി ഉണ്ട്. E35 ഉണ്ട്, കോൺഗ്രിയാൻ ഉണ്ട്, N18 ഉണ്ട്. മാർച്ച് 1 നമ്മുടെ ആദ്യത്തെ റംബൂട്ടാനിൽ പൂത്തെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് കാ വരെയായി കണ്ടോ, ചെറിയ ചെറിയ കായകളുണ്ടോ കാണോ. ഒക്ടോബറിൽ കണ്ടാണ് ഇത് പ്രൂൺ ചെയ്ത് വളം ചെയ്ത് ഏറ്റവും അവസാനം ചെയ്ത അതാണ് ആദ്യമേ പൂത്തത്. ഈ റംബൂട്ടാൻ ശരിക്കും ഒരു അൺപ്രഡിക്റ്റബിൾ കൃഷിയാണ്. നമുക്ക് ഒന്നും പറയാം, ഓരോ വർഷവും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു നഷ്ടം വരുന്നൊരു കൃഷിയായിട്ട് എനിക്ക് തോന്നുന്നു. റംബൂട്ടാൻ E35 ഒരു മരമാണ്. എല്ലാം പൂത്ത സമയത്ത് ഇത് തളർക്കുക ചെയ്ത്. ഇനിയിപ്പോൾ ഈ ഇലകൾ മൂത്താൽ ചിലപ്പം ഈ വർഷം പൂക്കുമായിരിക്കും. ഇതിൻ്റെ കൂടെ വേറൊരു മരമുണ്ട്, അത് പൂത്തിട്ടുണ്ട്. ഇത് റോങ്ക്രിയാൻ്റെ ഒരു മരമാണ്. ഇത് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവ പൂത്തപ്പോൾ ഇത് തളർക്കുക ചെയ്ത്. പക്ഷെ ഇതിൻ്റെ ഇല കുറച്ചുകൂടെ മൂത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന നനയാണ് ഒരുപോലെയാണ്. ഇതിന് മുന്നിലത്തെ വർഷം ഒരു മരത്തിനും വളം ചെയ്തിരുന്നില്ല. എന്നിരുന്നാൽ പോലും എനിക്ക് ഇഷ്ടംപോലെ കായകൾ കിട്ടി. 50 കിലോ വളവും 100 ലിറ്റർ വെള്ളമൊന്നും കൊടുത്ത് വളർത്തേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ചെയ്യുന്നത്, ഇപ്പോൾ ഈ വർഷം ചെയ്തത് ആകെപ്പാടെ 5 കിലോ സൂപ്പർ മീൽ കൊടുത്തു, ഒരു 10 കിലോ ചാണകപ്പൊടിയും കൊടുത്തു. വെള്ളം ഞാൻ കൊടുക്കുന്നത് ജാനുവരി മുതൽ ഒരു മെയ് പകുതിയോളം മഴ വരുന്നവരെ. അത് 3 ദിവസത്തിൽ 1 വീതം. റംബൂട്ടാൻ കൃഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും മടിയന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. കാരണം ഇതിന് വലിയ പരിപാലനം ആവശ്യമില്ലയെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം ഞാനൊരു IT പ്രൊഫഷനാണ്. എനിക്ക് കിട്ടുന്ന സമയം വളരെ കുറവാണ്. ഞാനങ്ങനെ ഇതിനു വേണ്ടി ഒത്തിരി സമയങ്ങൾ ചിലവഴിക്കാറില്ല. എന്നെ സംബന്ധിച്ച് ഇതൊരു ബിസിനസ്സും അല്ല. മാരക വളം ചെയ്ത്, അതായത് ഇതിൽ നിന്ന് വാരി കഴിക്കുകയാണോ, സൂക്ഷ്മമായിട്ടുള്ള വേരുകളല്ലേ ഇത് വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വലിച്ചെടുക്കാൻ പറ്റുന്ന കൂടത്തില്ല, അത് കൂടുതലുള്ളത് മണ്ണിൽ കിടക്കത്തേ ഉള്ളൂ. വിഷമൊന്നും ഞാൻ കയറ്റാറില്ല കേട്ടോ, ഒന്നിനും അടിക്കാറില്ല. അങ്ങനെയൊന്നും ദൈവാനുഗ്രഹിച്ച അങ്ങനെയൊന്നും വന്നിട്ടില്ല. എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ചെയ്യണമായിരിക്കും, എനിക്കറിയില്ല. എനിക്കിവിടെ ആവശ്യം വന്നില്ല. മണ്ണിൻ്റെ ഗുണമായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഞാൻ വളരെ റിലാക്സ് ചെയ്താണ് ഈ റംബൂട്ടാൻ കൃഷി ചെയ്യുന്നത്. ഇത് E35 ആണേ. ഇത് ഇന്ന് വരെ കായ്ച്ചിട്ടില്ല. അങ്ങനെ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പം എല്ലാവരും രാസവളങ്ങളുടെയൊക്കെ പേരുകളൊക്കെ തന്നു. പക്ഷേ ഞാനിവിടെ ഓർഗാനിക്കാണ് ചെയ്യുന്നത്. അത് തന്നെ പ്രയോഗിച്ചു. അതിപ്പോൾ എല്ലാം പൂത്തു, നിറച്ചും പൂത്തിട്ടുണ്ട്. ഈ പറയുന്ന രാസവളങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന റംബൂട്ടാനില്ലേ, അല്ല ചക്കയൊന്നുമല്ലല്ലോ. ഒരു റംബൂട്ടാൻ്റെ വലിപ്പം എന്ന് പറയുന്നത്, അതിൻ്റെ മാക്സിമം ഈ N18 എന്ന് പറയുന്നതിൻ്റെ കണക്കുണ്ടല്ലോ, 18 കാ 1 കിലോ. ആ കാട വലിപ്പമല്ലേ വരത്തുള്ളൂ. മരത്തിൻ്റെ വേരുകൾ എന്ന് പറയാൻ വളരെ സൂക്ഷ്മമായ വേരുകളല്ലേ. അത് വലിച്ചെടുക്കുന്ന രീതിക്ക് ഉള്ള ഒരു മരത്തിനുള്ള വളങ്ങൾ. ഒരു കൂടെ എങ്ങനെ ഇത് കഴിക്കുന്നത്? 50 കിലോ ഒക്കെ ചാണകമൊക്കെ കൊണ്ട് കൊടുത്താൽ വാരി കൈ കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ജലസേചനത്തിൻ്റെ 100 ലിറ്റർ വെള്ളമൊക്കെ കഴിച്ചാൽ മണ്ണിലെ അടിയിലോട്ട് പോകത്തേ ഉള്ളൂ. അപ്പം നമ്മളൊക്കെ ആ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കണം. ഞാൻ ഇവിടെ 3 ദിവസമായി, എനിക്കിതുവരെയും ഒരു മരവും കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഈ നിൽക്കുന്ന മരം കഴിഞ്ഞ വർഷം നന്നായിട്ട് കായ്ച്ചത്. അത് അന്ന് തന്നെ ആ ഹാർവസ്റ്റ് കഴിഞ്ഞപ്പം തന്നെ പ്രൂൺ ചെയ്ത് അതിൻ്റെ വളമൊക്കെ ഇട്ട. പക്ഷേ ഇത് ഏറ്റവും അവസാനം കായ്ച്ചത്. ഇപ്പം കായ്ക്കുന്നേ ഉള്ളൂ. കണ്ടോ, എല്ലാം നോക്കിയാൽ അറിയാം. കണ്ടോ, ഇതിപ്പോൾ ഇലയാന്ന് തോന്നുകയും ചെയ്യും. ഈ അവസ്ഥയായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്, ഇതൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കൃഷിയാണ്. ജലലഭ്യതയൊക്കെ കുറവുള്ളവർ ഇതിൻ്റെ കണക്ക് നോക്കി കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഇവിടുത്തെ അനുസരിച്ച് ഞാനൊരു 30 ലിറ്റർ തൊട്ട് 40 ലിറ്ററാണ് 3 ദിവസം കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ഉള്ള വെള്ളമൊക്കെ നമുക്കുണ്ടെങ്കിൽ ഈ കൃഷി ചെയ്യാം. നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന വലിയ കണക്ക് 100 ലിറ്ററിൻ്റെ ഒക്കെ കേട്ട് പേടിച്ച് പിന്മാറേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട്